ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കാത്ത ടെക്സ്റ്റൈൽ ബ്രാൻഡ് ഓണേഴ്സ് ഉണ്ടായിരിക്കില്ല. അന്ന് ഇത് ഒഴിവാക്കേണ്ടതായിരുന്നു. അന്ന് നോ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി ഒഴിവാകുമായിരുന്നു. ഈ വാക്കുകൾ ഒരുപാട് ബിസിനസ് ഓണേഴ്സിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. സപ്ലയറുടെ നിർബന്ധത്തിന് വഴങ്ങി ആവശ്യമില്ലാത്ത ഓഫറിലൂടെ അനാവശ്യമായി സ്റ്റോക്ക് എടുത്തു വെച്ച് വലിയ നഷ്ടം വരികയും പിന്നീട് അന്ന് നോ പറഞ്ഞിരുന്നെങ്കിൽ ഈ നഷ്ടം ഉണ്ടാകില്ല എന്ന് പറയുകയും ചെയ്ത ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഓണർ എൻ്റെ സുഹൃത്താണ്. ക്വാളിഫൈഡ് അല്ലാതിരുന്നിട്ടും ബന്ധുവാണെന്നുള്ള ഒറ്റ പരിഗണനയിൽ ഒരു വ്യക്തിയെ ജോലിക്കെടുക്കുകയും പിന്നീട് അയാൾ മൂലം വലിയ സാമ്പത്തിക നഷ്ടവും മാനഹാനിയും ഉണ്ടായി. അതിനുശേഷം അന്ന് അവനോട് നോ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് വിലപിച്ച ടെക്സ്റ്റൈൽ ഓണർ സുഹൃത്തും എനിക്കുണ്ട്. കസ്റ്റമർ ആവശ്യപ്പെട്ട പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഇല്ലാതിരുന്നത് കൊണ്ട് സ്റ്റോക്കിലുണ്ടായിരുന്ന എന്നാൽ അവർക്ക് ആവശ്യമില്ലാതിരുന്ന പ്രൊഡക്റ്റ് നിർബന്ധിച്ചു കൊടുത്ത് ആ ഒറ്റ കാരണത്താൽ ആ കസ്റ്റമറെ എന്നേക്കുമായി നഷ്ടപ്പെട്ട് പിന്നീട് അതേക്കുറിച്ച് പറഞ്ഞപ്പോൾ അന്ന് അതില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ കസ്റ്റമറെ എനിക്ക് നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ് വിലപിച്ച ഒരു ടെക്സ്റ്റൈൽ ഓണർ സുഹൃത്തും എനിക്കുണ്ട്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? നോ പറയുവാനുള്ള മടി. നമ്മൾ നോ പറയുമ്പോൾ മറ്റുള്ളവർക്ക് അത് എങ്ങനെ ഫീൽ ചെയ്യുമെന്നുള്ള ഭയം. നോ പറയേണ്ടിടത്ത് സൗമ്യമായും ശാന്തമായും നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് ഓണർ ഉണ്ടാക്കിയെടുക്കേണ്ട പ്രധാനപ്പെട്ട സ്കില്ലുകളിൽ ഒന്ന്. അവർ ആവശ്യപ്പെടുന്ന കാര്യം എന്തുകൊണ്ട് ചെയ്തു കൊടുക്കുവാൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് ശാന്തമായും സൗമ്യമായും ചെറിയ വാക്കുകളിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കിയാൽ അവർക്ക് അത്തരത്തിലൊരു ഫീൽ ഉണ്ടാവുകയില്ല. അവരാവശ്യപ്പെടുന്ന കാര്യം ചെയ്തു കൊടുത്താൽ നമുക്കുണ്ടായേക്കാവുന്ന നഷ്ടം നമ്മുടെ മനസ്സിൽ ചിത്രീകരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അവരോട് നോ പറയാൻ യാതൊരു മടിയും ഉണ്ടാവുകയില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അഭിമുഖീകരിച്ചിട്ടുള്ള ബിസിനസ് ഓണറാണ് നിങ്ങളെങ്കിൽ അതിനെ അതിജീവിക്കുവാനുള്ള ചില ട്രിക്കുകൾ പറഞ്ഞു തരാൻ എനിക്ക് കഴിയും. കഴിഞ്ഞ 30 വർഷമായി ഈ മേഖലയിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എനിക്ക് നന്നായി മനസ്സിലാവും. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് നിങ്ങളെ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യാൻ കഴിയും.